കേരളത്തിൽ 6 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിമൻസ് ഫുട്ബോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ആദ്യം തുടങ്ങുകയാണ്. I couldn't be happier. I'm so honored to be present here with all these young, wonderful players. Hats off to you people. Like you just saw, I realize it's not very easy. Hats off to you girls. You girls are wonderful. And I'm so very happy that നമ്മുടെ കേരളത്തിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോംസിനെ കുറിച്ച് സംസാരിക്കുന്നു. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ആക്റ്റീവ് ആവാനും അതിന് ചേർന്ന വസ്ത്രം അവർക്ക് വളർന്നു വരുമ്പോൾ കൊടുക്കണം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഫുട്ബോൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഒരു നല്ലൊരു കോയിൻസിഡൻസ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ബിക്കോസ് ഐ വാസ് എ സ്പോർട്സ് പേഴ്സൺ. ഞാൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ആയിരുന്നു, ഞാൻ സ്കൂളിൽ സ്പോർട്സ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. സോ ഐ നോ, ഇപ്പം ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം സ്പോർട്സ് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന അഡ്രിനാലിൻ റഷ് എന്താണെന്നുള്ളത്, it's a completely different feeling. It's wonderful to be out here on the field. So it's beautiful. I mean, I love it. I was telling the trainers from Scoreline that I'm coming and joining. But I hope to see more and more girls and boys, obviously. But I think for boys, sports is a given. It's always encouraged. But I wish more and more girls get on to the field, enjoy playing, feel the adrenaline rush and kick ass out there. All the very best to Kerala Football Association. I want to call out to our sports minister, to the sponsors, to the viewers, to support our girls, to support women's football so that it becomes a viable profession for them. You know, അതൊരു വീട്ടുകാരെ സമ്മതിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് സ്പോർട്സിലേക്ക് ഇറങ്ങാനും ആർട്സിലേക്ക് ഇറങ്ങാനും. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു പ്രശ്നം മാറണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് സപ്പോർട്ട് വേണം. അത് വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം വേണം, എന്നാലേ സ്പോൺസേഴ്സും എല്ലാം വരുള്ളൂ. എന്നാൽ മാത്രമേ ഈ നമ്മുടെ പ്ലേയേഴ്സിന് എക്സൽ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഐ റിയലി ഹോപ്പ് ആസ് എ സ്റ്റേറ്റ് വി കം ടുഗെദർ and do that for our girls. Thank you for inviting me. It means a lot that I'm here today. Thank you. Hi. Good evening. Hi to all the parents, kids, press friends, and dignitaries. Reema Chechi, after a long time we are meeting. എനിക്ക് എൻ്റെ ഫുട്ബോൾ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഹാപ്പൻഡ് 5 years back. ഐ കുഡന്റ് മേക്ക് ഇറ്റ് ആസ് എ പ്ലെയർ. കാരണം എനിക്ക് ഈ പിള്ളേർ തുടങ്ങിയിരിക്കുന്ന ഏജ് മുതൽ കോച്ചിങ് തുടങ്ങാനുള്ള എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. ബട്ട് ഐ എം താങ്ക്ഫുൾ ദാറ്റ് ഇപ്പോൾ ഒരുപാട് പാരൻസ് ആയാലും ലോട്ട് ഓഫ് കോച്ചിങ് സെന്റേഴ്സ് ലൈക്ക് Scoreline are promoting and trying to bring up generating athletes. So hats off to that, and thanks Scoreline and KFA for giving me this role as a patron, and I'll do my best to promote this league as well as promote Indian women's football. Thank you.
മാളവിക ഒരു സ്പോർട്സ് പേഴ്സണാണ് ഇപ്പോൾ പറയുകയുണ്ടായി. സാധാരണ ഒരു കലാപാരമ്പര്യമുള്ള അച്ഛൻ, അമ്മ, ചേട്ടൻ, എല്ലാ കലാപാരമ്പര്യം എന്തുകൊണ്ട് വൈ ചൂസ് സ്പോർട്സ്? അച്ഛനായാലും കണ്ണനായാലും അതെ. കണ്ണൻ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. അച്ഛനായാലും സ്കൂൾ കോളേജ് ലെവലിലൊക്കെ ഫുട്ബോള്, അത്ലറ്റിക്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, സ്കൂൾ കോളേജൊക്കെ. സോ എനിക്കങ്ങനെ എന്താ ലൈക്ക് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ കണ്ണൻ മീഡിയയിലോട്ട് ഇൻട്രസ്റ്റ് കാണിച്ചു. പിന്നെ സ്പോർട്സ് ഫാമിലിയിലുണ്ട്. എൻ്റെ അമ്മയുടെ ബ്രദർ ഇസ് എ നാഷണൽ ബാഡ്മിൻ്റൺ കോച്ച്, വിമൽ കുമാർ. ഹീസ് ഇൻ ബാംഗ്ലൂർ നൗ. അപ്പോൾ സ്പോർട്സ് ഉണ്ട്. ഇപ്പോൾ സ്പോർട്സ് ഇസ് നോട്ട് ന്യൂ ഇൻ ആ ഫാമിലി. ആൻഡ് ലൈക്ക് വളർന്നു വരുമ്പോഴൊക്കെ ലൈക്ക് ഐ സെഡ്, നേരത്തെ പറഞ്ഞ പോലെ ടോംബോയ് ആയിരുന്നു. അപ്പോൾ നെയ്ബേഴ്സ് എല്ലാവരും കളിക്കുന്നതും ക്രിക്കറ്റും ഫുട്ബോളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുട്ബോളിൽ അധികം ഇൻട്രസ്റ്റ് വന്നു. പിന്നെ പക്ഷെ സർക്കംസ്റ്റൻസസും ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 18 വയസ്സായപ്പോഴായിരുന്നു കളിക്കാൻ തുടങ്ങിയത്. അതും ഷോർട്ട് ലിവ്ഡ് പീരിയഡ് ആയിരുന്നു ആസ് എ പ്ലെയർ. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ UK പോയി ഞാൻ ഒരു ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു സ്പോർട്സിൽ തന്നെ. പിന്നെ സെവറൽ ചെറിയ സ്പോർട്സ് ഓർഗനൈസേഷൻസിലൊക്കെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ അച്ഛനമ്മമാർ ചൂസ് ചെയ്യുന്ന മക്കളെ നല്ല നിലനിൽക്കുന്നത് ഇപ്പോൾ സ്പോർട്സിൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്, എസ്പെഷ്യലി ഒരു വുമണിനെ സംബന്ധിച്ചോളം. അപ്പോൾ ഇപ്പോൾ മകൻ കാളിദാസ് ആണെന്നുണ്ടെങ്കിൽ സിനിമയിലേക്ക് കയറി വളരെ എസ്റ്റാബ്ലിഷ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് തിരിയാതെ ഓക്കെ നീ സ്പോർട്സ് തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയാൻ എന്തായിരിക്കും ഒരു കാരണമായിട്ട് കണ്ടെത്തിയത്? ഒരിക്കലും മീഡിയ ഞാൻ നോ എന്ന് പറയുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നോ പറയില്ല. ഇപ്പോൾ കണ്ണന് സ്പോർട്സിനെക്കാട്ടിലും കൂടുതൽ മീഡിയ ആയിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ഒരു സ്പോർട്സിൽ നിന്ന് കിട്ടുന്നുള്ള ഒരു അഡ്രിനൽ, അതൊരു വേറൊരു ഫീലാണ്. അതൊരു ഫെലോ സ്പോർട്സ് പേഴ്സൺ എന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതൊക്കെ തന്നെയാണ് ഒരു റീസൺ. പക്ഷെ ഒരിക്കലും മീഡിയന് ഞാൻ നോ എന്ന് പറയുന്നില്ല. എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ തീർച്ചയായിട്ടും പ്രസിനായിരിക്കും ആദ്യം അറിയിക്കുന്നത്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റി വന്നാൽ ഇതുവരെ എന്തായാലും കുറെ അവസരങ്ങൾ ചോദിച്ച ആൾക്കാർ വന്നിട്ട് എന്തായാലും കഥയുമായിട്ടൊക്കെ സമീപിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഫോർമലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് പുട്ട് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഞാൻ കഥയ്ക്കായി കാത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പൊ പറയുന്നില്ല. അങ്ങനെ കഥയ്ക്കായിട്ട് ഇപ്പൊ അങ്ങനെ ഞാൻ വന്നാൽ കേൾക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് കയറുന്നു എന്നുള്ള എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. ഓക്കെ, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അഭിപ്രായം എന്താണ്? നമ്മൾ ആരാവണം എന്നാണ് അവരൊരു അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അവർക്ക് അങ്ങനെ യാതൊരു ഇതില്ല. ആസ് ലോങ് ആസ് ഐ എം സേഫ്, ഞാൻ ഏത് ഫീൽഡിൽ സക്സസ്ഫുൾ ആയാലും അവരെന്നും പ്രൗഡായിട്ടിരുന്നിട്ടേ ഉള്ളൂ. സോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എൻ്റെ പാരൻസ് എപ്പോഴും ഞാൻ ചെയ്യുന്ന എല്ലാത്തിലും പ്രൗഡാണ്. പിന്നെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, എങ്ങനെയായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്? സെലിബ്രേഷൻ മൊത്തം ഞാൻ ഇവിടെ ആയിരുന്നു. ഇന്ന് രാവിലെ പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഈ ഇവന്റ് ഉണ്ടായിരുന്നു. ഇനിയും പോയിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ഈ പരിപാടിക്ക് പോകുന്നതിന് അച്ഛനൊന്നും പറഞ്ഞില്ലേ സെലിബ്രേറ്റ് ചെയ്യാതെ? അവര് ഡെഫിനറ്റ്ലി ഹാപ്പിയാണ്. ഞാൻ എനിക്ക് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് കിട്ടിയത് തന്നെ, ഇങ്ങനത്തെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ഒരു റോള് തന്നെ ഈ ലീഗിലായാലും സ്കോർ ലൈനിന്റെ സൈഡിൽ നിന്നായാലും. ഇനിയും ഇതൊരു ലോങ് ടേം അസോസിയേഷനാണ് എൻ്റെ. ഈ ഒരു ലീഗ് കൊണ്ട് തീരുന്നില്ല. സോ ആസ് എ പേട്രൺ ഞാൻ എന്തൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ ഞാൻ ആ എല്ലാ വിധത്തിലും ഞാൻ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യും ഈ ലീഗിനെയും വിമൻസ് ഫുട്ബോളിനെയും. ഓക്കെ, എന്തുകൊണ്ടാണ് ഒരു സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ടാണോ ഈ വുമൻസ് ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അത് ഒരു പെൺകുട്ടിയാകുന്നത് ഡെഫിനറ്റ്ലി അത് രണ്ടുമുണ്ട്. ഞാൻ ആസ് എ വിമൻ പ്ലെയറും കൂടി വിമൻ സ്പോർട്സ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ ഒരു ആൺകുട്ടി ആയാലും അവന് ഫുട്ബോൾ കളിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓൾ ഹി ഹാസ് ടു ഡു ഇസ് ഫൈൻഡ് എ കോച്ച്, ദാറ്റ്സ് ഓൾ. ആൻഡ് അവിടുന്ന് അവനെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ലൈക്ക് ഇഫ് ഹി ഹാസ് ടാലൻറ്റ് അവിടുന്ന് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ സ്പോൺസേഴ്സ് ഉണ്ടാവും, പ്രസ്റ്റീജിയസ് ക്ലബ്സ് ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, സ്കൗട്ട്സ് ഉണ്ടാവും. പക്ഷെ ബീങ് എ വുമൺ അത് മാത്രം നോക്കിയാൽ പോരാ. ഫസ്റ്റ് അവളുടെ സെക്യൂരിറ്റി നോക്കണം. സെക്യൂരിറ്റി കഴിഞ്ഞാൽ വീട്ടിൽ പെർമിഷൻ തരുമോ, അല്ലെങ്കിൽ പിന്നെ സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ എത്ര നാൾ അവിടുന്ന് വല്ലതും ഇൻകം കിട്ടുമോ, ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുമോ, ഇതൊക്കെയാണ് ഇഷ്യൂസ്. പിന്നെ അതല്ല, ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ പറയണം. ഞാൻ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പോലും ഞാൻ ഫോർച്ചുനേറ്റ് ആയിരുന്നു, എനിക്ക് ലക്ക് ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോയി വിടാൻ സേഫായിട്ടുള്ള വണ്ടി ആയാലും അതെ എന്നെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാനിലേക്ക് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീംമേറ്റ്സിനെയൊക്കെ ഞാനായിരുന്നു ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദർ ആർ പീപ്പിൾ
ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. അതാ വാട്ട് ഐ എം ട്രൈങ് ടു സേ. സോ നോട്ട് ജസ്റ്റ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കണമെന്ന് മാത്രം തീരുമാനിച്ച് മാത്രം പോയാൽ പോരാ ഒരു ഗേൾ. സോ അതെനിക്ക് രണ്ടും ഐ ഫീൽ രണ്ടും കുറച്ച് ഉള്ളതുകൊണ്ടാണ് ലൈക്ക് ബീങ് എ വുമൻ ആസ് വെൽ ആസ് ബീങ് എ ഫോമർ സ്പോർട്സ് പേഴ്സൺ. ദാറ്റ്സ് എ റീസൺ വൈ ഐ എം സപ്പോർട്ടിങ് ദിസ് സ്ട്രോങ്ലി. ഈ സാധാരണ നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്റ്റേഡിയങ്ങളൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ടർഫുകളൊക്കെ എടുക്കണം. അപ്പോൾ ഒരു ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചുള്ളത് എങ്ങനെ പോസിബിൾ ആവും? ഇല്ല, ഇത് തന്നെ ഒരുപാട് ലൈക്ക് എനിക്ക് അതെങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു നല്ലൊരു ദിസ് എ ഗുഡ് ഡെവലപ്മെന്റ്. കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ വന്ന ഒരു ഡെവലപ്മെന്റ് ആണ്. എല്ലാ കോർണേഴ്സ്, എല്ലാ നെയ്ബർഹുഡിലും ഒരു ടർഫ്. അത് ജസ്റ്റ് ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് തന്നെ അവിടെ കളിക്കണം എന്നില്ല. ഒരു കോമൺ ആയിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് ആക്ടിവിറ്റി, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന ഒരാൾക്കും അത് ഹെൽപ്ഫുൾ ആണ്. സോ അല്ല, ഈ ഇപ്പോൾ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരാളെ സംബന്ധിച്ചുള്ള ഇത് എത്ര മാത്രം പോസിബിൾ ആണ് എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ലീഗുകൾ വരുന്നതാണ് ഏറ്റവും വലിയ നല്ല ഗുഡ് സൈൻ. ഇപ്പൊ കഴിഞ്ഞ ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ലാസ്റ്റ് 10 years ലൈക്ക് 7 to 10 years ഉള്ളതിനെക്കാട്ടിലും ഇപ്പോൾ സ്പോർട്സിൽ സ്കോപ്പ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാർ പാരൻസ് ആയാലും വീട്ടിൽ നിന്ന് ട്രസ്റ്റ് ചെയ്യിപ്പിച്ച് വിടുന്നുണ്ട് പിള്ളേർ. ശരി, സ്പോർട്സ് വേണോ, സ്പോർട്സിലോട്ട് പൊയ്ക്കോ എന്നുള്ള അവർക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ആയാലും ഗ്രാസ് ലെവലിലുള്ള ചെറിയ ചെറിയ ഈ 5-a-side ഗെയിംസ് അല്ലെങ്കിൽ ലീഗുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ ഈ നെയ്ബർഹുഡിൽ നടക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന ഗെയിംസ് ആണ് ഒരു ഡെവലപ്മെന്റ്. സോ അങ്ങനെ കൂടുതൽ ആൾക്കാർ ഫോർവേഡ് വരുമ്പോഴേ ആസ് എ ഇൻഡസ്ട്രി, ആസ് എൻ ഇന്ത്യൻ ഫുട്ബോൾ ഇൻഡസ്ട്രി ഗ്രോ ആവുമ്പോഴേ ഐ തിങ്ക് ദാറ്റ്സ് ദി ആൻസർ ടു ഇറ്റ്. ആരാണ് ഒരു റോൾ മോഡലായിട്ടൊക്കെ വെച്ചേക്കുന്നത്? റോൾ മോഡലായിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഫുട്ബോൾ കാണാൻ തുടങ്ങിയത് റൊണാൾഡോ കാരനാണ്. റൊണാൾഡോ ഫാനാണ്. അതെ. ഓക്കെ. ഈ നേരത്തെ പറയുകൊണ്ട് ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഫുട്ബോൾ കളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നു പോയത്? കോവിഡ് അല്ലാതെ കോവിഡ് 2 years. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത് ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ സ്കൗട്ട്സോ ടീംസിലോട്ടോ ഒന്നും കയറാനുള്ള സ്റ്റാമിന ആയാലും ഒരു പെർഫെക്ഷൻ ഇല്ലായിരുന്നു. സോ ആസ് എ പ്ലെയർ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് തന്നെ ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഓർ ദ നെക്സ്റ്റ് ഗുഡ് ഓപ്ഷൻ വാസ് ഗെറ്റിംഗ് ഇൻ ടു സ്പോർട്സ് മാനേജ്മെന്റ്. ഇനി എന്താ സ്വപ്നങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത്? സ്വപ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തന്നെ ഏറ്റവും വലിയ സ്വപ്നം. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരും. ത്രൂ ലോട്ട് ഓഫ് കോമൺ ഫ്രണ്ട്സിനാണ് എനിക്കിങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. കൂടുതലും അവരെന്നെ ട്രസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ക്വാളിഫിക്കേഷൻ കാരണമാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വർക്ക് എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ടാണ് അവർ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ റോള് തന്നിരിക്കുന്നത്. സോ ബീങ് എ പാർട്ട് ഓഫ് ദിസ്, ഇത്രയും വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്യുക, ഈ ഒരു വലിയൊരു എന്താ പറയുക, ഒരു സെലിബ്രേഷൻ പോലെ തന്നെ ഉണ്ട്. സോ ഇതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആൻഡ് ഡ്രീം. ഇനിയും ആസ് ആൻഡ് വെൻ കേരള വിമൻസ് ഫുട്ബോൾ ആയാലും ഇന്ത്യൻ വിമൻസ് ഫുട്ബോൾ ആയാലും ജനറലി സ്പോർട്സ് ഇൻഡസ്ട്രി ഗ്രോ ആവട്ടെ എന്നുള്ളതാണ് ഡ്രീം. ഈ ചെന്നൈ മലയാളിക്ക് എങ്ങനെ ഇവിടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും? ഞാൻ വീട്ടിൽ മലയാളം തന്നെ സംസാരിക്കുന്നത്. സോ മലയാളി തന്നെയാണ്. സോ ചെന്നൈയിൽ താമസിക്കുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.